ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പുതിയൊരു അവതാരം വന്നിട്ടുണ്ട്. മദ്രസയിൽ 6 വരെ പഠിച്ചപ്പോൾ, 6ാം ക്ലാസ് വരെ എനിക്ക് മദ്രസയിൽ പഠിച്ചപ്പോൾ എനിക്ക് വളരെ മോശമായ അനുഭവം ഉണ്ടായിയെന്നും ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് ഇന്ന് പുതിയൊരു അവതാരം ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത്. ഒരു താത്തയാണ്, അല്ലെങ്കിൽ ഒരു മുസ്ലിം കുട്ടിയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് കേട്ടുവരാം. ഞാൻ മദ്രസയിൽ 6ാം ക്ലാസ് വരെ പോയ ഒരാളാണ്. പക്ഷെ മദ്രസയിൽ എന്നെ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോൾ ദേഷ്യമൊക്കെ വരും. അപ്പോ അത് തിരിച്ചറിവുകളാണ്. ഓരോ സിറ്റുവേഷൻ, ഓരോ സ്റ്റേജിൽ നമ്മള് ലോകം കാണുക എന്ന് പറയില്ല. നമ്മളിങ്ങനെ ഓരോന്ന് കാണുക, അറിയുക, ഓരോ ആൾക്കാരോട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. എന്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരാണെങ്കിലും ഒരു പൊട്ടക്കിണറ്റിലാണ് കിടക്കുന്നത്. അവര് അതിന് വെളിയിൽ വരാൻ തയ്യാറല്ല. അവരെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് ഇതാണ് ലോകം, ഇതിനുള്ളിൽ അവരുണ്ടാക്കിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ലോകം എന്നാണ്. അതിന് വെളിയിൽ വന്ന് പുറത്തേക്ക് ചാടിയാൽ മാത്രമേ അറിയുള്ളൂ പുറത്തും വേറൊരു ലോകമുണ്ട്. ഇവിടുത്തെ കൾച്ചറാണോ വേറെ സ്ഥലങ്ങളിലുള്ളത്? അല്ല. ഇവിടുത്തെ ബിലീഫ്സ് ആണോ വേറെ സ്ഥലങ്ങളിലുള്ളത്? അല്ല. എല്ലായിടത്തും ഡിഫറെന്റ് ആണ്. നമുക്ക് എന്താണോ പറ്റുന്നത്, നമുക്ക് എന്താണോ നമുക്ക് സ്വീകാര്യതമായിട്ടുള്ളത്, അത് നമ്മൾ ഫോളോ ചെയ്യാൻ മതത്തിൽ വിശ്വസിക്കുന്ന ആളാണോ? അല്ല. മതമായിട്ടുള്ള ആചാരങ്ങളൊന്നുമില്ല വീട്ടുകൾ. ഒരു മിനിറ്റ് നിർത്തിക്കാൻ വെറുതെ ഞാനങ്ങനെ ഏത് പോയിന്റിലാണ് മതം അതിനെ ഒഴിവാക്കാം, അല്ലെങ്കിൽ അത് എന്റെ ഭാഗത്ത് ഞാൻ മതമായി ചേരില്ല എന്ന് തോന്നൽ എപ്പോഴാണ്? ഞാനില്ലേ ഹ്യൂമാനിറ്റിയിൽ വിശ്വസിക്കുന്ന ആളാണ്. ഞാനൊരു മതത്തിലോ അല്ലെങ്കിൽ ഒരാള് പറയുന്നത് കേട്ടൊക്കെ ഒരാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കാം, അങ്ങനെയല്ല. ഞാൻ എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ അനുഭവിച്ചതും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും വെച്ചിട്ടാണ് എന്റെ ഇപ്പത്തെ ജീവിതം. ഇപ്പൊ ഞാൻ മുന്നോട്ട് പോകും. അതാണ് വേണ്ടത്. അല്ലാണ്ട് ഒരാള് ചെറുപ്പത്തിലേ നമുക്കൊരാള് പറഞ്ഞു തന്നു അങ്ങനെ തന്നെ ജീവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളതൊരു കെട്ടിയിടുന്ന ഒരു സാധനമാണ് മതം. അപ്പൊ അതിൽ നിന്ന് വെളിയിലേക്ക് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ ചുറ്റുമുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വേണ്ടത് എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഞാൻ തട്ട് ഒഴിവാക്കിയത് എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ +2 വരെ എനിക്ക് തട്ടുണ്ടായിരുന്നു. ഡിഗ്രി ഒരു കൊല്ലം ഞാൻ മഹാരാജാസിൽ പഠിച്ചു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ സെന്റ് കയറി. അപ്പോ തട്ടം ഇങ്ങനെ ഉണ്ടായിരുന്നു, ഷോൾ ഉണ്ടായിരുന്നു. പിന്നെ അതൊരു സെക്കൻഡ് ഇയർ ആയപ്പോഴൊക്കെ ഷോള് ഇങ്ങനെ കഴുത്തിക്കൂട്ടി ഇടുന്നതായി. പിന്നെ 3rd ഇയർ ഒക്കെ കഴിഞ്ഞപ്പോ സെറ്റായി. പിന്നെ BPA ഒക്കെ പോയപ്പോ ഷോളൊക്കെ കംപ്ലീറ്റ്. മദ്രസയിൽ 6 വരെ പഠിച്ചുള്ള വളരെ മോശമായ അനുഭവം ഈ കുട്ടിക്കുണ്ടായി. അപ്പോൾ എന്തായാലും അത് പറയാൻ കൊള്ളില്ല എന്നാണ് ഈ കുട്ടി പറയുന്നത്. എന്തായാലും എന്താണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മദ്രസയിൽ പഠിപ്പിച്ച ആളുകൾ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് ഒരു ഹൈന്ദവ സുഹൃത്തും നമ്മുടെ അൻസാരി ഉസ്താദ് അത് എന്താണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത് എന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഉസ്താദിന്റെ ആ വീഡിയോ ഒന്ന് കണ്ടു. അനുഭവം എടുത്തു പറയാനുള്ള 25 വർഷത്തെ ഈ പൊതു സേവനം അല്ലെങ്കിൽ ഈ പൊതു പ്രവർത്തനത്തിൽ അത് പറയാതിരിക്കാൻ പറ്റും. അതായത് എനിക്കൊരു ഉമ്മായോ വാപ്പായോ എന്റെ അനാഥ മന്ദിരത്തിൽ ഞാൻ ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നു. മുസ്ലിം കുടുംബത്തിൽ അതാണ് വാപ്പായും ഉമ്മാൻ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോ ആ വാപ്പായും ഉമ്മാന് എനിക്ക് ഏറ്റെടുക്കാനുള്ള ഒരു അവസരം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ആരും പേര് വന്നിട്ടു തികച്ചും ഹിന്ദുക്കളായ വൃദ്ധ മാതാപിതാക്കളാണ് നമ്മുടെ അനാഥ മന്ദിരത്തിൽ ഏറ്റവും കൂടുതൽ. റൈഹാനെ മോനെ, നമ്മുടെ 1ാമത്തെ പാഠം തന്നെ നല്ല സ്വഭാവങ്ങൾ എന്നുള്ള പാഠമാണ്. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ മദ്രസ കിതാബിലെ 1ാമത്തെ പാഠത്തിൽ നല്ല സ്വഭാവങ്ങൾ എന്ന് പറയുന്ന പാഠം വരാനുള്ള കാരണം? 5ാം ക്ലാസ്സിലെ പാഠത്തിൽ നമ്മുടെ മുഖസൗന്ദര്യത്തിന്റെ അഭാവം സ്വഭാവ സൗന്ദര്യം കൊണ്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റും. അത് നമുക്ക് നല്ല സ്വഭാവം ഉണ്ടെങ്കിൽ കാഴ്ചയിൽ വലിയ ഭംഗിയില്ലെങ്കിലും ആളുകൾക്ക് നമ്മുടെ പെരുമാറ്റം നന്നായിട്ട് ഇഷ്ടപ്പെടും. പക്ഷെ നമുക്ക് നല്ല സൗന്ദര്യമുണ്ട്, പെരുമാറ്റം മോശമാണെങ്കിലും ആൾക്കാർക്ക് നമ്മൾ വെറുത്തു പോകും, അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം റൈഹാൻ മോന് സൽസ്വഭാവത്തിൽപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. 1ാമത്തത് നന്മ അധികരിപ്പിക്കുക. നല്ല കാര്യങ്ങളുണ്ടല്ലോ, ധാരാളമായി അത് ചെയ്യാൻ തയ്യാറാകുക. നല്ല വാക്ക് പറയുക. ആരോട് സംസാരിച്ചാലും നല്ല വാക്ക് പറയുക, മനോഹരമായ വാക്ക്, ആളുകളെ വേദനിപ്പിക്കാത്ത വാക്ക്. സംസാരം കുറക്കുക, വളരെ കുറഞ്ഞ നിലയ്ക്ക് സംസാരിക്കുള്ളൂ. വായാടിയാവരുത്. വായാടിത്തരം കൂടുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ വരും. നന്ദി ഉള്ളവനാവുക. നമുക്കൊരാളൊരു പേന തന്ന് സഹായിക്കുന്നു, എഴുതി കഴിഞ്ഞ് തിരിച്ചു കൊടുക്കുമ്പോൾ നന്ദി പറയുക. ഓക്കെ, സത്യസന്ധത. എന്ത് വലിയ പ്രതിസന്ധി ഉണ്ടെന്ന് പറഞ്ഞാലും സത്യം മാത്രമേ പറയാവുള്ളൂ. ഓക്കെ, പാപങ്ങൾ വെടിയുക. തെറ്റായിട്ട കാര്യമുണ്ടല്ലോ, വൃത്തികേടുകൾ പാടെ ഒഴിവാക്കുക.
പ്രയാസങ്ങൾ സഹിക്കുക. എന്തെങ്കിലും വിഷം വന്നു കഴിഞ്ഞാൽ അതിനെ അതിജീവിക്കാൻ സ്വയം അത് എന്ത് ചെയ്യുക? പ്രാപ്തനാവുക. മാതാപിതാക്കൾ, ഗുരുനാഥർ മുതലായവരോടുള്ള കടമകൾ നിർവഹിക്കുക. എന്താണ് അവരോടുള്ള കടമ? അവർ അനുസരിക്കുക. അതാണ് ഏറ്റവും വലിയ കടമ. അവർ പറയുന്ന അനുസരിക്കുക. അവർക്ക് വേണ്ടി അവരുടെ സാന്നിധ്യത്തിൽ മാത്രമല്ല, അവർ അസാന്നിധ്യത്തിൽ നമ്മുടെ ഉമ്മാക്കും വാപ്പക്കും, നമ്മുടെ ഉസ്താദുമാര്, നമ്മുടെ ഗുരുനാഥർ, ടീച്ചേഴ്സ്, നമ്മുടെ ടീച്ചേഴ്സ് ഇല്ലേ, അവർക്കൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഉസ്താദന്മാരെന്ന് പറഞ്ഞാൽ നമ്മുടെ മദർസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർ മാത്രമല്ല, നമ്മുടെ ടീച്ചേഴ്സും നമ്മുടെ ഉസ്താദന്മാരും, ഗുരുനാഥൻ എന്നാണ് എൻ്റെ അർത്ഥം. അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. മറ്റുള്ളവരെ പരമാവധി സഹായിക്കുക. കഴിയുന്ന പോലെ മറ്റുള്ളവർക്ക് സഹായിക്കുക. ആരെയും ഉപദ്രവിക്കാതിരിക്കുക ഏറ്റവും വലിയ സൽസ്വഭാവത്തിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പറഞ്ഞു, നിങ്ങൾ ഒരാൾക്ക് ഗുണം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരാളെ എന്ത് ചെയ്യരുത്? പ്ലീസ് ഉപദ്രവിക്കരുത്. വലിയവരെ ബഹുമാനിക്കുക. ആരാവട്ടെ, ഏത് മതക്കാരും ആകട്ടെ, ഏത് മനുഷ്യരും ആകട്ടെ, മുതിർന്നവരെ ആദരിക്കുക. എങ്ങനെ ആദരിക്കുക? അവർ ഒരു സദസ്സിലേക്കാണെന്ന് നമ്മൾ നിന്ദിക്കുക. നമ്മളൊരു സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ, അവർ നിൽക്കുകയാണെങ്കിൽ നമ്മൾ മാറിക്കൊടുത്തിട്ട് അവർക്ക് ഇരിക്കാൻ പറയുക. അങ്ങനെ മുതിർന്നവരെ എന്ത് ചെയ്യണം? ബഹുമാനിക്കുക. ചെറിയവരെ സ്നേഹിക്കുക. ചെറിയ കുട്ടികളുണ്ടല്ലോ, അവരെ കാണുമ്പോഴൊക്കെ തലയിലേക്ക് തടവുക, അവരെ ഓമനിക്കുക. ഇതൊക്കെ അവരോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. ഇതൊക്കെ സ്വഭാവത്തിൽപ്പെട്ട അടയാളങ്ങളാണ്. ഇപ്പൊ നിലവിൽ നമ്മുടെ മദർസയിൽ പഠിപ്പിക്കുന്ന പാഠങ്ങൾ റൈഹാനി ഞാൻ പഠിപ്പിച്ചെന്നില്ലേ? ഈ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ എന്തെങ്കിലും മോശമാണെന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ? ഇല്ല. കുറച്ച് മുതിർന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മോശമാണെന്ന് തോന്നുവോ? ഇല്ല. കാരണം എന്തുകൊണ്ടാ? കാരണം നല്ല കാര്യങ്ങളാണ്. ഈ പറഞ്ഞത് മുഴുവനും നല്ല കാര്യമാണ്. റൈഹാന്റെ ഈ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള പഠനത്തിനിടയിൽ എപ്പോഴെങ്കിലും മനസ്സിന് മോശമാണെന്ന് തോന്നുന്നത് എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. എന്തൊക്കെയാണ് മദർസയിൽ പഠിപ്പിച്ചത്? മദ്രസയിൽ മറ്റേ വാപ്പാനെ ഉമ്മാനെയൊക്കെ അനുസരിക്കണം. അവർക്കെതിരായൊന്നും ചെയ്യരുത്. പിന്നെ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കൂടെയുള്ളവരെല്ലാം സഹായിക്കണം. അവരെ ഒന്നും ഉപദ്രവിക്കരുത്. പിന്നെ പരിസരമെല്ലാം നമ്മൾ വൃത്തിയാക്കിയിരിക്കണം. പിന്നെ നിസ്കരിക്കേണ്ട എങ്ങനെയാന്ന് പഠിപ്പിച്ചു. മറ്റ് ഗുരുനാഥന്മാര്, ടീച്ചേഴ്സ്, അവരെ ആദരിക്കണം. അവരോട് മറ്റേ തെറ്റായ കാര്യങ്ങൾ പറയരുത്. മറ്റേ അവരോട് മറ്റേ ഈ തറുതലൊന്നും പറയരുത്. അതോടൊപ്പം മുതിർന്നവരെ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരല്ലാത്ത മറ്റുള്ള മുതിർന്നവരാണെങ്കിലും അവരോട് ആദരവുണ്ടാകണം. അവരെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എഴുന്നേറ്റ് നിൽക്കണം. അല്ല, ഇതൊക്കെ പഠിപ്പിച്ച് ഇതെന്തെങ്കിലും മോശമായ കാര്യമാണ്? അല്ല. കള്ളു കുടിക്കാൻ പറഞ്ഞു? ഇല്ല. കള്ളു കുടിക്കൽ എന്താന്ന് പറഞ്ഞു? ഹറാമാണെന്ന് പറഞ്ഞു. വ്യഭിചരിക്കലോ? ഹറാമാണെന്ന് പറഞ്ഞു. മോഷണവോ? ഹറാമാണെന്ന് പറഞ്ഞു. ചീത്ത പറയലോ? ഹറാമാണെന്ന് പറഞ്ഞു. അശ്ലീലം പറയലോ? ഹറാമാണെന്ന് പറഞ്ഞു. ആളുകളെ വേദനിപ്പിക്കുന്ന വർത്താനം പറയലോ? ഹറാമാണ്. ഈ പറഞ്ഞ കാര്യം എന്തെങ്കിലും ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. തെറ്റാണെന്നല്ലേ പറയുന്നത്? അല്ലേ? ഉമ്മനെ വാപ്പനെ ഇടങ്ങേറാക്കൽ ശരിയാണോ തെറ്റാണോ? തെറ്റ്. കള്ളു കുടിക്കൽ തെറ്റാണോ ശരിയാണോ? തെറ്റ്. ആളുകളെ അസഭ്യം പറയൽ തെറ്റാണോ ശരിയാണോ? തെറ്റ്. ഇത് മുതിർന്നു കഴിയുമ്പോൾ അത് ശരിയാണെന്ന് തോന്നുമോ? ഇല്ല. നിനക്ക് എന്താ തന്നെ തോന്നുന്നു? കാലം അത്രയും മദ്രസ പഠിപ്പിച്ച എന്തെങ്കിലും കാര്യം മോശമായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല. അൽഹംദുലില്ലാ, അത് കേട്ടാൽ മതി. അപ്പോൾ ഉസ്താദ് പറഞ്ഞത് കേട്ടല്ലോ. മദ്രസയിൽ പഠിപ്പിക്കുന്ന ഞാനും ഒരു 7 വരെയൊക്കെ മദ്രസയിൽ പഠിച്ച വ്യക്തിയാണ്. എനിക്ക് ഇതുവരെ അല്ലെങ്കിൽ ഒരു മോശമായിട്ട് ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ നമ്മളെ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ പ്രവർത്തിക്കണം, എങ്ങനെയൊക്കെ ആളുകളെ സഹായിക്കണം, എങ്ങനെ നിസ്കരിക്കണം, ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടുണ്ടോ, അല്ലെങ്കിൽ മുതിർന്നവരോട് എങ്ങനെ പെരുമാറണം. അപ്പോൾ ഈ ഹൈന്ദവ സുഹൃത്ത് എന്താ പറയുക, അദ്ദേഹം നടത്തുന്ന ആ സ്ഥാപനത്തിൽ ഒരു മുസ്ലിം അച്ഛനോ അമ്മയോ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ മദ്രസയിൽ പഠിച്ചുകൊണ്ടുള്ള ഗുണങ്ങളാണത്. അപ്പോൾ ഈ കുട്ടി അല്ലെങ്കിൽ ഇത്തരം ആളുകൾ മുസ്ലിങ്ങളെ നിരന്തരം പറഞ്ഞാൽ മാത്രമേ ഫേമസ് ആകാൻ പറ്റൂ എന്ന് ഇപ്പോൾ ഒരു ട്രെൻഡാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാ ഹംക്കിങ്ങളും മുസ്ലിങ്ങളെ തന്നെ പറയുന്നത്. മുസ്ലിങ്ങൾ വേറൊരു സമുദായത്തെ പറയുന്നില്ല. കാരണം റീച്ച് കിട്ടൂല, കാര്യമില്ല, അറിയപ്പെടണമെന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളെ പറയണം. അപ്പോൾ അതാണ് ഇപ്പോൾ നടക്കുന്ന ട്രെൻഡ്. അപ്പോൾ ഫേമസ് ആകാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയാം, അല്ലാതെ ഇതിൽ ഒരു വാസ്തവമില്ല എന്നാണ് എനിക്ക് നിങ്ങളോടുമായി ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.